നമസ്കാരം. ബഹുമാനപ്പെട്ട ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ സുരേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനെക്കുറിച്ച് മനോരമയുടെ അവതാരക ഷാനിമോള് വളരെ കാര്യമായിട്ട് പ്രബന്ധം അവതരിപ്പിക്കുന്നത് കണ്ടു. ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കാൾ ഉപരി അതിൽ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചറിനെ കുറിച്ചാണ്. ഒരു പശുവിൻ്റെ പടം, പശുവിനെ കൊന്നിട്ടേക്കുന്നത് ഒരു പടം അദ്ദേഹം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിഷമം എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ, ദേവസ്വം മന്ത്രി ആയിരിക്കെ കടകംപള്ളി പരസ്യമായിട്ട് ബീഫ് ഫെസ്റ്റിവലിനെ പ്രോത്സാഹിപ്പിക്കുകയും പരസ്യമായിട്ട് അത് ഭക്ഷിക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഷാനി ഇതിന് മാത്രം ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രം ഈ ഉത്തർപ്രദേശിൽ നിന്നുള്ള പശുവിൻ്റെ പടം ശ്രീ കെ സുരേന്ദ്രൻ ഇട്ട ഷാനിക്ക് എന്താണ് ഇത്രമാത്രം വലിയ പ്രശ്നമാകുന്നത്? ഉത്തർപ്രദേശ് ഇന്ത്യയിൽ പെട്ടതല്ലേ? ഇന്ത്യയിൽ ഒരു സംസ്ഥാനമല്ലേ കേരളം? ഉത്തർപ്രദേശും ഇന്ത്യയിൽ തന്നെ ഉള്ളതല്ലേ? അപ്പോൾ ഒരു പടം, ഇതിപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ വരുന്നതിൽ ഒരു പടം എടുത്ത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലിട്ടു. ഞാൻ ആ പടം ഇതുപോലെ തന്നെ ബി.ജെ.പിയുടെ മറ്റൊരു നേതാവായ മലപ്പുറം ജില്ലാ സെക്രട്ടറി അതിന് മുമ്പ് തന്നെ പോസ്റ്റ് ഇട്ടെന്ന് എനിക്ക് തോന്നുന്നു. അതേ പടം ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്. ഞാൻ ആ പടം കണ്ടപ്പോൾ സേവ് ചെയ്യുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ നിന്നുള്ള പടം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉത്തർപ്രദേശിൽ നിന്നുള്ള സ്ഥലത്തു നിന്ന് എടുത്തൊരു ഫോട്ടോ ഇട്ടാൽ നിനക്കെന്താണ് കുഴപ്പം? നീ എന്തിനാണ് ഇതിന് മാത്രം അങ്ങോട്ട് ചരച്ച് അങ്ങോട്ട് കയറ്റുന്നത്? നീ നാൾ പറഞ്ഞല്ലോ അവിടെ അങ്ങാണ്ട് ഒരു കൊലപാതകം നടന്നപ്പം അതിന് ആർസുകാരനാണെന്നും പറഞ്ഞ് മനോരമയുടെ വാർത്ത തന്നെ ഇട്ടിരുന്നല്ലോ. അതിനകത്ത് ഊരിപ്പിടിച്ച കത്തിയുമായിട്ട് 4 കിലോമീറ്റർ നീ കൂടെ പോയായിരുന്നോ? ഊരിപ്പിടിച്ച കത്തിയുമായിട്ട് 4 കിലോമീറ്റർ അവരുടെ കൂടെ നീ പോയായിരുന്നോ? നീ എങ്ങനെ അറിഞ്ഞു ഊരിപ്പിടിച്ച കത്തിയായിട്ട് രാത്രി 4 കിലോമീറ്റർ നടന്നാ കൊന്നതെന്ന്? നീയും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഇത് കൊള്ളാവുന്ന പരിപാടിയാണല്ലോ. അവിടെ ഇട്ടിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ മതി. അതിൻ്റെ പേര് ഏത് പടമാണ്? ആ പടത്തിനകത്ത് തന്നെ പ്രോബ്ലം. അദ്ദേഹം കണ്ടപ്പോൾ അതിനേക്കാളും എത്ര നിഷ്ഠൂരമായിട്ടാണ് ഇവിടെ പബ്ലിക്കായിട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സുകാർ, നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാർ കൊണ്ട് ഒരു പശുക്കുട്ടിയെ അറുത്തത്. ഇത് സുപ്രീം കോടതി തീരുമാനപ്രകാരം വന്ന വിധിയിൽ പരസ്യമായിട്ട് കൊണ്ടുവന്ന ഒരു പശുക്കുട്ടിയെ കോൺഗ്രസ്സുകാർ വിട്ട് അവിടെ അറുത്തില്ലേ പരസ്യമായിട്ട്? കൊച്ചു പെമ്പിള്ളേ കുട്ടികൾ വരെ മൊബൈലിൽ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയല്ലോ. അതിനെക്കുറിച്ചൊന്നും നിനക്ക് ചർച്ചിക്കാനില്ലേ? നീ ആരാണ്? ജഡ്ജിയോ? അവളുടെ ഒരു പടത്തിനകത്താണ് അതിനകത്ത് ഇരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തു നിന്നുള്ളതല്ല, പാകിസ്ഥാനിൽ നിന്ന് കൊടുത്ത പടമല്ലല്ലോ. ഉത്തർപ്രദേശിൽ നിന്ന് നീ തന്നെയല്ലേ പറഞ്ഞു. പിന്നെ അതിന് ഇതിന് മാത്രം വിഷമം? ചർച്ച ചെയ്യുന്നതിന് ഒരു അന്തസ്സ് വേണം. ചുമ്മാ ഉള്ള നിങ്ങൾക്ക് കുറച്ച് അങ്ങനെ സ്വാധീനം അല്ലെങ്കിൽ പത്രം ഉണ്ടെന്നും പറഞ്ഞിട്ട് തോന്നിവാസം അങ്ങോട്ട് എഴുതി വിടാമെന്നാണോ എല്ലാത്തിനെ കുറിച്ചും? അങ്ങനെയൊന്നും വേണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനകത്തുള്ള കാര്യങ്ങൾ ഏതാണെന്ന് വെച്ചൊക്കെ പറയാം. അദ്ദേഹം പറയുന്നത് ദേവസ്വം മന്ത്രി ആയിരിക്കെ അങ്ങനെ ഒരു മേള നടത്തി അത് കഴിക്കുന്നത്. അദ്ദേഹം ദേവസ്വം മന്ത്രി അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ അത് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം സൗകര്യമുള്ളത് കഴിച്ചോട്ടെ. പോത്തിനെയോ മൂരിയോ പാമ്പിനെയോ എന്ത് വേണമെങ്കിലും വെട്ടിത്തിന്നാം. കടകംപള്ളിക്കോ ആർക്കോ വെട്ടിത്തിന്നാം. ഇവിടെ ഇപ്പോൾ ഏതായാലും വനത്തിൽ കയറി ഏതാണ്ട് മാനിനെ പിടിച്ച് തിന്നാം, പോത്തിനെ പിടിച്ച് തിന്നാം. അതൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ നിയമം 1960 നെഹ്റുവിൻ്റെ കാലത്തുണ്ടാക്കിയ നിയമമാണെന്ന് നിനക്കറിയാമല്ലോ ഷാനി. അതൊക്കെയല്ലേ നീ ചർച്ച ചെയ്യണ്ടേ? ഒരു പോസ്റ്റിലിട്ടേനെ നീ നമ്മുടെ ഇവിടെ അങ്ങോട്ട് കെ സുരേന്ദ്രൻ ഇവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വിസിറ്ററായിട്ട് വന്ന് ഗസ്റ്റായിട്ട് വന്ന് കിടക്കുന്നതൊന്നുമല്ലേ നീ അങ്ങോട്ട് പേടിപ്പിക്കാൻ അങ്ങോട്ട് ഫോട്ടോ ഇട്ടു, വികാരം ഇളക്കി വിട്ടു. നീ എന്ത് ആദ്യം പശുവിനെ കൊന്ന കോൺഗ്രസ്സുകാരുടെ വികാരം ഇളക്കി വിട്ടതിനെ കുറിച്ച് നീ ആദ്യം സംസാരിക്കുക. അതിനുശേഷം നീ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്താൽ മതി. പേടിപ്പിക്കുന്നതും വേണ്ട. ഇനി മുതൽ നീ ദേശത്തിന് വിപരീതമായിട്ട് ചെയ്താൽ നിനക്ക് വേണ്ടി ഞാൻ കേസ് കൊടുത്തിരിക്കും. അത് നീ ഓർത്ത. നീ കണ്ടായിരുന്നോ ആർഎസ്സുകാർ കൊല്ലാൻ വേണ്ടിയിട്ട് നീ പ്രസംഗിച്ചതിൻ്റെ വീഡിയോ ഉണ്ട്. എന്താണ് പറഞ്ഞത്? ആർഎസ്സുകാർ ഒരു മുസ്ലിം സഹോദരനെ കൊല്ലാനായിട്ട് 4 കിലോമീറ്റർ രാത്രി കത്തി ഊരിപ്പിടിച്ച കത്തി. നീ അത് വർഗീയ വിദ്വേഷം തന്നെ എടുക്കല്ല ഉണ്ടാക്കിയത്.
നിന്നോട് തന്നെ പറഞ്ഞത്. കൂടുതൽ അങ്ങനെ അങ്ങോട്ട് പേടിപ്പിക്കുക. നമ്മുടെ ഇവിടെ എല്ലാവരും ഒറ്റ ജീവിതമേ ഉള്ളൂ. ജീവിച്ചിട്ട് തന്നെ മരിക്കുള്ളൂ. തേങ്ങ ചാടിയാലും മരിക്കും. അതറിയത്തില്ലേ? അതുകൊണ്ട് കൂടുതൽ പ്രകോപനമായ രീതിയിലോട്ട് ഉള്ള ചർച്ച ചെയ്യാതെ മാന്യ മര്യാദക്കിട്ട് അങ്ങ് പോയാൽ നിനക്ക് കൊള്ളാം. നമസ്തേ.